ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, അതുപോലെ തന്നെ കർഷക തൊഴിലാളി പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും തന്നെ ആശ്വാസ വാർത്ത. സർക്കാർ ക്ഷേമ പെൻഷൻ ഇനി വർദ്ധിപ്പിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2024 സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ളത്. എന്നാൽ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 2025 സാമ്പത്തിക വർഷത്തിൽ സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഇതായിരിക്കും സർക്കാരിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ തന്നെ ഒന്ന്. അതായത് ക്ഷേമ പെൻഷൻ സ്വീകരിക്കുന്ന 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ പെൻഷൻ കൈപ്പറ്റുന്നത് മാസം 1600 രൂപ വീതമാണ്. ഈ 1600 രൂപ എന്നുള്ളത് 1700, 1800 എന്നിങ്ങനെയുള്ള വർധനവ് വരാനാണ് സാധ്യത. അതായത് 2000 രൂപയുടെ ഉള്ളിലായിട്ട് ക്ഷേമ പെൻഷൻ ഇനി വർദ്ധിപ്പിക്കും എന്നുള്ള അറിയിപ്പുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ 200-300 രൂപ വർദ്ധിപ്പിക്കുന്നത് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം നിറഞ്ഞ ഒരു അറിയിപ്പ് ആണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു അറിയിപ്പാണ്.